യു പി സ്കൂൾ ടീച്ചർ സിലബസിലെ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന ഭാഗത്ത് നിന്നും കഴിഞ്ഞ വീഡിയോയിൽ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭങ്ങളായ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ എന്നിവ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തിരുവിതാംകൂറിൽ തന്നെ നടന്ന രണ്ട് പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നിവർത്തന പ്രക്ഷോഭവും മറ്റൊന്ന് പുന്നപ്ര വയലാർ സമരവും. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. ഫസ്റ്റ് വൺ, നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ തുടങ്ങിയവരാണ്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ ആണ്. എന്താണ് നിവർത്തന പ്രക്ഷോഭം? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് ഇത്. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭവും ഇത് തന്നെയാണ്. ഇതിൻ്റെ മുഖപത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. ഇതെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവൻ. കോഴഞ്ചേരി പ്രസംഗം നടന്നത് 1935. തിരുവിതാംകൂറിൽ PSC രൂപീകൃതമായത് 1936. ആദ്യ PSC കമ്മീഷണർ GD നോക്സ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യ PSC കമ്മീഷണർ GD നോക്സ് ആണ്. അടുത്തത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് സമരം നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സമരം നയിച്ചത്. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. പുന്നപ്ര, വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. തുലാം 10 സമരം എന്നും പുന്നപ്ര വയലാർ സമരം അറിയപ്പെടുന്നു. സമരത്തിൻ്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നായിരുന്നു. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ചത് CP രാമസ്വാമി അയ്യരാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഉലയ്ക്ക. തകഴി രചിച്ച നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കളർകോടാണ്. തിരുവിതാംകൂർ ഭരണാധികാരി, അതായത് പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ചിത്തിര തിരുനാളായിരുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് വലിയ ചുടുകാട് ആണ്. സർക്കാർ പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച വർഷമാണ് 1908. അപ്പോൾ ഇത്രയുമാണ് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്താണ് പുന്നപ്ര വയലാർ സമരം? അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം.